എവ്രിവൺ, ഫോർ എജി ബേ ഗൗരിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. സ്വാതന്ത്ര്യദിന ക്വിസ് സീരീസിൻ്റെ മൂന്നാമത്തെയും ഏറ്റവും അവസാനത്തെയും ഭാഗമാണിത്. എൻ്റെ ചാനലിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് 1ാം സ്ഥാനം ലഭിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ചോദ്യങ്ങളെല്ലാം വായിച്ച് പഠിച്ച് ക്വിസിന് വേണ്ടി തയ്യാറെടുക്കുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഓരോ അറിവും ചെറുതല്ല എന്നോർത്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിലിരുന്നത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ശാന്തി നികേതൻ സ്ഥാപിതമായത് എന്ന്? 1901. ശാന്തി നികേതൻ സ്ഥാപിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. സാരേ ജഹാം സേ അച്ഛ എന്ന ദേശഭക്തി ഗാനം എഴുതിയത് ആര്? മുഹമ്മദ് ഇക്ബാൽ. വാഗൻ ട്രാജഡി നടന്നത് ഏത് സമരത്തിൻ്റെ ഭാഗമായാണ്? മലബാർ കലാപം. വിദേശ വസ്ത്രങ്ങളും ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ഏത് സമരത്തിൻ്റെ ഭാഗമായാണ്? നിസ്സഹകരണ സമരം. ഗാന്ധിജിയുടെ 1ാം കേരള സന്ദർശനം എപ്പോൾ, എന്തിന്? 1920 ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തിപ്പെടുത്താൻ. ഗാന്ധിജിയുടെ 2ാം കേരള സന്ദർശനം എന്ന്, എന്തിന്? 1925 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ. ഗാന്ധിജിയുടെ 3ാം കേരള സന്ദർശനം എന്ന്, എന്തിന്? 1927 തെക്കേ ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായി. ഗാന്ധിജിയുടെ 4ാം കേരള സന്ദർശനം എന്ന്, എന്തിന്? 1934 ഹരിജൻ ഫണ്ട് ശേഖരണത്തിനായി. ഗാന്ധിജിയുടെ 5ാം കേരള സന്ദർശനം എന്ന്, എന്തിന്? 1937 ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട്. വന്ദേ മാതരം എടുത്തത് ഏത് നോവലിൽ നിന്നുമാണ്? ആനന്ദമഠം. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആര്? AK ഗോപാലൻ. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. സഞ്ചരിക്കുന്ന ലൈബ്രറി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ഭഗത് സിംഗ്. വടകരയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ വച്ച് ഗാന്ധിജിക്ക് തൻ്റെ ആഭരണങ്ങൾ ഊരി നൽകിയ പെൺകുട്ടി ആര്? കൗമുദി. ഗാന്ധിജി പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെ? അയ്യങ്കാളി. ഗാന്ധിജി അയ്യങ്കാളിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എപ്പോൾ? 1937 ഗാന്ധിജിയുടെ 5ാം കേരള സന്ദർശന വേളയിൽ. കേരള
കേരളത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ പ്രക്ഷോഭം ഏത്? പുന്നപ്ര വയലാർ സമരം. മലബാർ കലാപത്തിന്റെ കേന്ദ്രം എവിടെ? തിരൂരങ്ങാടി. വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപം. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര്? കേരളവർമ്മ പഴശ്ശിരാജ. ഗൊറില്ല യുദ്ധം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേരളവർമ്മ പഴശ്ശിരാജ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നതെന്ന്? 1931. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര്? ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരി ആര്? സരോജിനി നായിഡു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് എന്ന്? 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആര്? W.C. ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറി ആര്? A.O. ഹ്യൂം. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഹോം റൂൾ ലീഗ് പ്രസ്ഥാനം നിലവിൽ വന്ന വർഷം ഏത്? 1916. എനിക്ക് 2000 പട്ടാളക്കാരെ വിട്ടുതരൂ, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് സൈനിക മേധാവി ആര്? റോബർട്ട് ക്ലൈവ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആര്? അരുണ ആസിഫ് അലി. ഖുദായി വിദ് മദ്ഗാർ രൂപീകരിച്ചത് ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഭാരതരത്ന ലഭിക്കുന്ന ആദ്യ വിദേശി ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ബർദോളി സമരത്തിന് നേതൃത്വം നൽകിയത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റൗലത്ത് ആക്ട്. ഏത് ഭാഷയിലാണ് ദേശീയഗാനം എഴുതിയത്? ബംഗാളി. ഇന്ത്യൻ ദേശീയ മുദ്ര ഏത്? അശോക സ്തംഭം.
ദേശീയ മുദ്ര സ്വീകരിച്ചിട്ടുള്ളത് എവിടെ നിന്നും? സാരാനാഥിലെ അശോക സ്തംഭം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ക്വിസ് അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റ് ആയി രേഖപ്പെടുത്തണേ. എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. താങ്ക് യു.